എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി, 12 ചുവന്നുള്ളി, 6 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയേക്കാളും കുറച്ച് കൂടുതൽ വേണം ഇഞ്ചി. 1/4 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക് വേണം. ആവശ്യത്തിന് വേണ്ടിയ കറിവേപ്പില വേണം. ഇതിലേക്കുള്ള ഗരം മസാല പൊടിച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഒരു തക്കോലം, ഒരു ചെറിയ കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം. ഇത് നന്നായിട്ട് പാനിൽ ഒന്ന് ചൂടായതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ഞാനൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുത്തി വെച്ചിരിക്കുന്ന സോയാബീൻ ബോളായിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുവാണ്. ഇതിലോട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത്. എല്ലാ സോയാബീനും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിയണം. 3-4 വട്ടവേലും നന്നായിട്ടൊന്ന് പിഴിയണം. അതിൻ്റെ ഒരു പത പോലെയുള്ളത് മാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് മസാലയാക്കി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുക്കറിനകത്തോട്ട് സോയാബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചേർക്കുവാണ്. ഒരു 2-3 പീസോളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മസാല തയ്യാറാക്കുമ്പം വേണം. കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുന്ന സമയം കൊണ്ട് തീ ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീം എല്ലാം അതിന് ശേഷം വേണം നമുക്ക് സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കുക്കറിനകത്തു നിന്നുള്ള സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് ഇത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് വാരി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. സവാള ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വരണ്ടാൽ മാത്രം മതി. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കണം. തക്കാളി ഒത്തിരി വെന്തൊന്നും ഉടഞ്ഞൊന്നും പോകണ്ട, അതൊന്ന് ആവി കയറിയാൽ മാത്രം മതി. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലാക്കാൻ പോവാണ്. മസാലപ്പൊടി ചേർക്കാൻ പോവാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം പൊടിച്ച ഗരം മസാല ചേർക്കുവാണ്. ബാക്കി ഗരം മസാല നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കുവാണ്. സോയാബീൻ ചേർത്ത ശേഷം 2-3 മിനിറ്റ് ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഈ സോയാബീനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം പൊടിച്ച ഗരം മസാലയും ചേർക്കുവാണ്. ഇതിലിട്ടിരിക്കുന്ന മസാലയൊക്കെ നിങ്ങളുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നിന്നുകൊണ്ട് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റായിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് സോയാബീൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ ടോട്ടൽ ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവോള, തക്കാളിയൊക്കെ ഉണ്ട് നന്നായിട്ട് ഫ്രൈ ആയി ഈ സോയാബീനേക്ക് യോജിച്ചിട്ടുണ്ട്. സോയാബീനും തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് സോയാബീൻ നന്നായിട്ട് കളറ് ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി, തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.